ഇങ്ങനെയും പറ്റുമോ ഒരു അമ്മിളി? സത്യത്തിൽ അതെൻ്റെ ഭാഗത്താണ് തെറ്റ് കേട്ടോ. എന്താണെന്ന് കേൾക്കണോ? അതായത് ഞാനിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിനിമം പർച്ചേസ് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ കോമ്പോസൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഈസി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ പ്രൈസിൽ വരുന്ന കോംബോ 1000, 1200 ആ രൂപയിലൊക്കെ വരുന്ന കോംബോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോംബോ നമ്മൾ വാട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരാളത് കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത്, അതായത് എങ്ങനെ ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മൾ അങ്ങനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എനിക്ക് എന്നെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളതിന് എൻക്വയറിക്ക് അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അവർ സംസാരിച്ചു. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പോൾ എനിക്ക് ചെറിയൊരു ഏണിങ്സ് കിട്ടാനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് കൊടുത്തു. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുക്കാം, നാളെ ഞാൻ അയച്ചു തരാം ക്യാഷ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് റിസർവ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് അത്രയും ഒരു ട്രസ്റ്റും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട്. അങ്ങനെ ഞാനത് റിസർവ് ചെയ്തു. അതേസമയം തന്നെ ആ കോമ്പോന് വേറെ എൻക്വയറീസും വരുന്നുണ്ട്. പക്ഷേ ഞാനത് ഓക്കെ, ഇത് ഇവർക്ക് റിസർവ് ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം അവരൊരു റിപ്ലൈ ഇല്ല, റെസ്പോണ്ട് ഇല്ല. അവർ എന്താ ഇപ്പോൾ പറയുക എനിക്കറിയില്ല. ഇങ്ങനെ ഒരാളെയും നമ്മൾ ചീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തന്നെ റിസർവേഷൻ എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇനി ആർക്കും ഞാൻ റിസർവ് ചെയ്യുന്നതായിരിക്കില്ല. ഇങ്ങനെ ഒരു അമ്മിളി പറ്റിയോണ്ട് തന്നെ ഇനി ആരാണോ ഫസ്റ്റ് പേ ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന. റിസർവേഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ.